പറഞ്ഞു. ഒരുപാട് നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചത്. എന്താ സംസാരിക്കുക? ഷഹനാസ് എന്ന് പറയുന്ന ലേഡി അല്പം മരുന്നടിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമില്ല. ഇനിയിപ്പോൾ വേർപ്പിൻ്റെ ആണോന്നറിയില്ല. ഒരുപാട് എന്നെ ഞാൻ പറഞ്ഞു, ഒരുപാട് എന്നെ കൊണ്ട് പറയിപ്പിച്ചു. അപ്പോൾ പുറകിരുന്ന് ടീം ചോദിക്കുക, കോൺഗ്രസ്സുകാരാണോ പറയിപ്പിച്ചതെന്ന്. കോൺഗ്രസ്സിന് ഈ സാധനത്തിന് ഇനി താങ്ങേണ്ട ആവശ്യമുണ്ടോ? അല്ല, വീടിക്ക് ആവശ്യമുണ്ടെങ്കിൽ താങ്ങിക്കോ, നമ്മൾക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്കുള്ള മരുന്ന് വരുന്നുണ്ട്. അതേ, മാങ്കൂട്ടത്തിൻ്റെ ഇൻ്റർവ്യൂ ഇന്നലെ കണ്ടായിരുന്നോ? അതിനെ കവർ ചെയ്യാൻ വേണ്ടി ഇറക്കി വിട്ടേക്കുന്ന സാധനങ്ങളാണ്. ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞേക്കാം കോൺഗ്രസ്സിനോടും കോൺഗ്രസിൻ്റെ സോക്കോൾഡ് നേതാക്കന്മാരോടും, കമ്മ്യൂണിസ്റ്റിൻ്റെ മാതിരിയുള്ള അലമ്പ് കളി കളിക്കാൻ നിൽക്കരുത്. ഇവളെ എടുത്ത് പള്ളേ കളഞ്ഞേക്കണം, വെച്ചോണ്ടിരുന്നേക്കരുത്. ഓക്കെ, ഇവക്കിനി ഒഫീഷ്യൽ സ്ഥാനമൊന്നും അലങ്കരിച്ച് കൊടുക്കണ്ട. ഓക്കെ, സണ്ണിച്ചേട്ടനോടാണ് പറഞ്ഞത്. സണ്ണിച്ചേട്ടനോട് അല്പം ബഹുമാനമുണ്ട്. ഓക്കെ, അതുകൊണ്ട് പറയുക. പിന്നെ മറ്റ് മാപ്രകളുണ്ടല്ലോ, കുറേ അവതാരങ്ങളുണ്ടല്ലോ, ഇവർക്കൊക്കെ വരുന്നുണ്ട്, ഉടനെ കിട്ടിക്കോളും. എന്നാലും എങ്ങനെ സാധിക്കണുണ്ട് ഇതൊക്കെ? കേരളത്തിൽ ചോറ് കഴിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും അല്ലേ ജീവിക്കണേ? അമ്മയപ്പന്മാരല്ലേ ജീവിക്കണേ? നിങ്ങളെയൊക്കെ ഉണ്ടാക്കി വിട്ട തന്തയും തള്ളകളും ഇവിടെ ജീവിക്കുന്നില്ലേ? ഇവരുടെയൊക്കെ മുമ്പിൽ വേണോ ഈ ഞാൻ പറയണില്ല. ഓക്കെ, അപ്പോൾ ശരി, നടക്കട്ടെ. ഇനി അടുത്ത നാടകങ്ങൾ എന്തോരം ഉണ്ടെന്ന് കാണാം. രാഹുൽ മാങ്കൂട്ടത്തിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ കൊടുക്കാൻ തന്നെയാണ് തീരുമാനം. ആ പയ്യനെ നിങ്ങൾ കുറേ ഇട്ട് കളിപ്പിച്ചു. അവൻ സ്നേഹിച്ചു, അത് ശരിയാ. പക്ഷെ നിങ്ങൾ ചതിച്ചു, വഞ്ചിച്ചു. പക്ഷെ നിങ്ങളെയൊന്നും അവൻ സ്നേഹിക്കാൻ, അവൻ്റെ സ്നേഹം ലഭിക്കാനും അർഹതയില്ല. കാരണം നിങ്ങളൊക്കെ ഏതാ സാധനം ഓൾറെഡി വെളിപ്പെടുത്തി കഴിഞ്ഞു. ഓക്കെ, അതുകൊണ്ട് മക്കൾ ചെല്ല്, വല്ല പുസ്തകമേളയൊക്കെ നടത്തി ജീവിക്കുക. ഓക്കെ, ബൈ.